അതെ, മാമ്പഴക്കാലം എത്തി. ഇനി എവിടെ നോക്കിയാലും നിറയെ മാമ്പഴം കാണാം. നമുക്ക് ഒരു മാമ്പഴം വെച്ചിട്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അതൊരു മാമ്പഴ പുളിശ്ശേരി. അതെ ഉത്തമ, എപ്പോഴും ചെയ്യുന്ന പോലുള്ള പുളിശ്ശേരിയാണോ? അല്ല, ഇത് നമുക്കൊരു വെറൈറ്റി പുളിശ്ശേരിയാ. പിന്നെ നമുക്കങ്ങ് തുടങ്ങാം അല്ലേ? ഒരു അരമുറി തേങ്ങാപ്പീര എടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കപ്പ് തൈരും ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിൽ മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി എടുത്തിട്ട് ഈ മാമ്പഴത്തിന്റെ തൊലികളെല്ലാം കളഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് വരുമ്പോഴേക്കിനേ നമ്മൾക്കൊരു കുറച്ച് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കിനും നമ്മൾക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പൊന്ന് ചൂടായി വരുമ്പോഴേക്കിനും ഒരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഇനി നമുക്ക് കടുക് താളിക്കണം. കടുക് താളിക്കുവാനായിട്ട് വെളിച്ചെണ്ണയിലല്ല കേട്ടോ, നെയ്യിൽ വേണം നമ്മൾ കടുക് താളിക്കേണ്ടത്. ഇനി നമുക്ക് നെയ്യ് ഒഴിക്കാം, കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കിനും ഈ നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഉത്തമ, ഇത് കാണാനും അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മൾ നെയ്യ് ഒഴിച്ചും ശർക്കര പാനിയിലുമാണ് ഇത് ഉണ്ടാക്കിയേക്കണത്. അതെ, ഇതുണ്ടെങ്കിലേ നമുക്ക് ഒരു പറ ചോറുണ്ണാം കേട്ടോ.